നല്ല ഒരു ആത്മീയതയെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. ഈ ആത്മീയത നമ്മുടെ ജീവിതത്തിലോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ മടുപ്പുണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പ്രശ്നക്കാരായ മനുഷ്യർ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, വലിയ പ്രതിസന്ധികളിലും വലിയ പ്രശ്നങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും, ഈ ഒരു ആത്മീയതയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മടുപ്പുണ്ടാകില്ല, നമ്മൾ തളർന്നു പോവുകയില്ല, നമ്മുടെ ജീവിതം ഇട്ടേച്ച് നമ്മൾ ഓടിപ്പോവുകയില്ല. ഇതൊരു സംഭവത്തിലൂടെ നിങ്ങളോട് പറയാം. ഒരിക്കലും ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ജീവിച്ചു മടുത്തു, എനിക്ക് എങ്ങോടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ എന്നെ കണ്ട പാടെ സഹോദരി ഇതാണ് പറയുന്നത്, ചേച്ചി വിശദമായിട്ട് കാര്യങ്ങൾ പറ. ഓടി വന്നപാടെ ഞാൻ ഇട്ടിട്ട് പോവുകയാണ്, ഞാൻ എങ്ങോടെങ്കിലും ഇറങ്ങിപ്പോവാണ്, ഓടിപ്പോവാണെന്ന് പറയാതെ ദൈവം എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് പറഞ്ഞു തരുമോയെന്ന് നോക്കാം. അത് കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിച്ച് പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ സഹോദരി പറയുകയാണ്, ഈ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 35 വർഷം മേലെയായി. വീട്ടിൽ വന്ന് കയറിയ കാലഘട്ടം മുതൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വന്ന് കയറിയ ആ നാളുകളിൽ ആദ്യത്തെ കുറച്ച് കാലങ്ങളിലൊക്കെ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയിൽ നിന്നും ഭർത്താവിൻ്റെ സഹോദരങ്ങളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ മാനസികമായിട്ടുള്ള വേദനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് സഹോദരി പറഞ്ഞു. ഈ കാലഘട്ടങ്ങളിലൊന്നും ഭർത്താവിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഈ സഹോദരിക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ വർഷങ്ങൾ കുറേയായി ഈ സഹോദരിക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആരോടാണെന്നറിയാമോ? സ്വന്തം അമ്മായിമ്മയോട്. അമ്മായിപ്പനോട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അമ്മായിമ്മയോട് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര വെറുപ്പാണ്. പിന്നെ മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. അങ്ങനെ കുറേ വർഷങ്ങൾ, 30-35 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ സഹോദരിയുടെ അമ്മായിമ്മ കിടപ്പിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ അമ്മായിമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഈ മനസ്സിലേക്ക് മുഴുവൻ ഈ പഴയ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മായിമ്മയ്ക്ക് മനസ്സറിഞ്ഞ് ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. മനസ്സിൽ മുഴുവൻ ഭാരവും അസ്വസ്ഥതയൊക്കെയാണ്. പക്ഷേ ഭർത്താവിനെ ഓർത്ത്, മക്കളെ ഓർത്ത്, കുടുംബാംഗങ്ങളെ ഓർത്ത്, അയൽവക്കംകാരെ ഓർത്ത്, ഇടവക്കാരെ ഓർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇങ്ങനെ നിന്ന് എല്ലാ പണികളും ചെയ്ത് അമ്മായിമ്മയ്ക്കും എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷേ ആൾ മടുത്തു. കാരണം 1-2 വർഷമല്ല, കുറേ വർഷങ്ങളായല്ലോ ഈ വേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. തീർത്തും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ, അടുക്കളയിൽ ഒരു ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇത് അമ്മായിമ്മയ്ക്കും കൂടെ ആണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുള്ള ഒരു ചിന്ത കടന്നു വരുമ്പോൾ പെട്ടെന്ന് മടുത്തു പോവാണ്. മനസ്സുകൊണ്ട് ഈ അമ്മായിമ്മയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ പല ജോലികളും ചെയ്യുന്നത് വലിയ മടുപ്പോടെയാണ്, വലിയ അസ്വസ്ഥതയോടെയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാരുണ്ടാവും. കാരണം മനുഷ്യരല്ലേ, നമ്മളാരും ദൈവങ്ങളല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരു തിരുവചനമുണ്ട്. ഈ വചനം കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുലിഖിതത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വചനം പറയുന്നു, നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ജോലി ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വ്യക്തിക്കാണെന്നുള്ള ചിന്ത എടുത്തു മാറ്റണം. പകരം ഇത് ദൈവത്തെ ഓർത്താണ്, ദൈവത്തിന് വേണ്ടിയിട്ടാണ്, കർത്താവിനെ സേവിക്കുന്നത് പോലെ, കർത്താവിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത് പോലെ. ദൈവം എനിക്ക് തന്ന ഒരു ഉത്തരവാദിത്തമാണ്. കർത്താവാണ് എന്നെ ഈ റോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കല്ലാതെ മറ്റാർക്കും ഈ റോള് കർത്താവ് കൊടുത്തിട്ടില്ല. അത് കാരണം കർത്താവ് തന്ന ജോലിയാണ്, കർത്താവ് തന്ന ഉത്തരവാദിത്തമാണ്, കർത്താവ് തന്ന ഒരു പൊസിഷനാണ് എന്നുള്ള ഒരു മനോഭാവത്തിൽ അവനെ ഓർത്ത് നമ്മൾ ഈ ജോലി ചെയ്താലുണ്ടല്ലോ, ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്താലുണ്ടല്ലോ, നമ്മൾ മടുക്കില്ല. ആത്മീയത മാത്രമല്ല ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ആത്മീയതയുണ്ട്, ജീവിതമുണ്ട്. ആത്മീയത ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു, ആത്മീയത കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഇങ്ങനെ ആത്മീയത വ്യക്തി ജീവിതത്തിലെ തലങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ നല്ലൊരു ആത്മീയ ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറും ആത്മീയത മാത്രമേ ഉള്ളൂ. വെറും ആത്മീയത കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. പള്ളി പോയി പ്രാർത്ഥിക്കുന്നു, ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷയ്ക്ക് പോകുന്നു, പള്ളി കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും മാത്രം ശ്രദ്ധിക്കുന്നു. എന്നാൽ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ യാതൊരു ഫലമില്ല, യാതൊരു സ്നേഹമില്ല, യാതൊരു ആത്മാർത്ഥതയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മീയത ഒന്നായിട്ട് മാറും, ജീവിതം വേറൊന്നായിട്ട് മാറും. ആത്മീയതയും ജീവിതവും ഒരുമിച്ചാകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. ഈ വചനം കേൾക്കുന്ന ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബജീവിതം വലിയൊരു മടുപ്പിലൂടെയാണ്, വലിയൊരു തളർച്ചയിലൂടെയാണ് പോകുന്നതെങ്കിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഒരു ദൈവിക മനോഭാവം എനിക്ക് തരണമേ. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാനുള്ള ഒരു കൃപ കിട്ടാനായിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് വലിയൊരു ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.
ദിവ്യകാരുണ്യമേ